പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. സൗണ്ട് ആൻഡ് ഇലൂമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, ഓരോ സ്ഥാപനത്തിനകത്തും ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ലേബർ കോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥാപനത്തിനകത്തും സ്ഥിരം തൊഴിലാളികൾ ആവശ്യമില്ല എന്ന പുതിയ വകുപ്പ്, പുതിയ സിസ്റ്റം രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ ആവശ്യമായ നിയമമാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസാക്കിയെടുത്തിട്ടുള്ളത്. ആ നിയമം പല സംസ്ഥാനത്തിനകത്തും നടപ്പിലാക്കാൻ സന്നദ്ധമാകാതിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ മനസ്സില്ല എന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിനകത്തുമുള്ള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് പുതിയ നീക്കവുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആ നീക്കം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനകത്തും, അത് ചെറുതായാലും അത് വലുതായാലും, അത് ഗവൺമെന്റ് ഉടമസ്ഥതയിലായാലും, അത് സ്വകാര്യ മേഖലക്കകത്തായാലും ഒരു തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തേണ്ടതില്ല എന്ന നിയമം രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ആപത്ത് നിങ്ങളെല്ലാം തിരിച്ചറിയേണ്ടുന്നതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ നാളെ എനിക്ക് ആ സ്ഥാപനത്തിനകത്ത് ജോലിയുണ്ട് എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് ഓരോ മേഖലക്കകത്തുള്ള മനുഷ്യരെയും പിടിച്ചു നിൽക്കുന്നത്. ഇന്നലെ ജോലി ചെയ്തപ്പോൾ ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടിയില്ലെങ്കിലും എനിക്ക് നാളെ എന്റെ സ്ഥാപനത്തിനകത്ത് ഒരു ജോലിയുണ്ടല്ലോ. എന്നാൽ പുതിയ നിയമം നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിക്കും തൊഴിൽ സുരക്ഷയുണ്ടാകില്ല. നാളെ കാലത്ത് ജോലി ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിനകത്ത് എത്തുമ്പോൾ സ്ഥാപനത്തിന്റെ ഉടമ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ജീവിക്കണ്ടേ, നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കണ്ടേ, നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കണ്ടേ? ഇതൊന്നും നിർവഹിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ സ്ഥാപനങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള ഒരാവശ്യമാണ് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത്. ആ തൊഴിൽ സുരക്ഷ നേടിയെടുക്കാൻ ആവശ്യമായ ശക്തമായ സമരപരിപാടികൾ നിങ്ങൾ ആവിഷ്കരിക്കണം. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളി ഒഴിവാക്കുന്ന ഘട്ടത്തിൽ ആവശ്യമായ പരിരക്ഷയുണ്ടാകണം. ആ തൊഴിലാളിക്ക് നിലവിലുള്ള നിയമപ്രകാരം കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ആ സ്ഥാപനം ഉടമ സന്നദ്ധമാകണം. അതൊന്നുമില്ലാതെ പൊടിയും തട്ടി പോടുമെന്ന് പറയുന്ന ധിക്കാരം ഈ രാജ്യത്തിനകത്ത് അനുവദിക്കാൻ സാധിക്കില്ല. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യവും മിനിമം വേതനവും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ഫ്രാങ്കോ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുധീഷ് കാഞ്ഞിലേരി, മനോഹരൻ പിലാത്തറ, മുഹമ്മദ് നസീർ, MV അനീഷ്, K. ഷാജി, സുനിൽകുമാർ ചാമ്പാട് എന്നിവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.